കുട്ടിക്കാലം മുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുണ്ടായിരുന്ന കാര്യങ്ങളിലൊന്ന് യാത്ര ചെയ്യുക എന്നതായിരുന്നു. ഒരുപാട് സ്ഥലങ്ങൾ കാണണം, പുതിയ അനുഭവങ്ങൾ നേടണം, കഴിയുന്നത്ര യാത്രകൾ ചെയ്യണം എന്നായിരുന്നു എന്റെ സ്വപ്നം. പക്ഷെ അതിനുള്ള ചെലവുകൾ കണക്കൂട്ടിയപ്പോൾ, പ്രത്യേകിച്ച് പെട്രോൾ ചെലവ് ഉൾപ്പെടെയുള്ള യാത്രാ ചെലവുകൾ നോക്കിയപ്പോൾ ആ സ്വപ്നം പതിയെ പിന്നിലേക്ക് പോയി. ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള തീവ്രത അത്ര ഇല്ലായിരുന്നതിനാൽ യാത്രയുടെ ചിലവ് കൂടിയിരുന്നതിനാലും ആ സ്വപ്നം ഞാൻ മാറ്റിവെച്ചു. ഇന്ന് കേരള സർക്കാർ സ്ത്രീകൾക്കായി നടപ്പാക്കിയിരിക്കുന്ന പ്രിയദർശിനി സൗജന്യ ബസ് യാത്രാ പദ്ധതി കാണുമ്പോൾ എനിക്ക് ആ പഴയ ആഗ്രഹം വീണ്ടും ഓർമ്മ വരുന്നു. യാത്രാ ചെലവിന്റെ പേരിൽ മാറ്റിവെച്ചു പോകുന്ന ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് യാത്രകളുണ്ട്. അവിടെയൊന്ന് പോകണം എന്ന് ആഗ്രഹിച്ചിട്ടും യാത്രാ ചെലവ് കണക്ക് കൂട്ടി മാറ്റിവെക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. അത്തരത്തിലുള്ള യാത്രകളൊക്കെ ഇനി പലർക്കും യാഥാർത്ഥ്യമാകട്ടെ എന്ന ആശംസയോടെ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നു. കാഴ്ചപ്പാടിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂൺ 15-ന് ആരംഭിച്ച പ്രിയദർശിനി പദ്ധതിക്ക് ജൂലൈ 15 ആയപ്പോഴേക്കും ഒരു മാസം പൂർത്തിയായി. ജൂലൈ 16-ന് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ ഒരു വാർത്താ സമ്മേളനം നടത്തി. ഈ ഒരു മാസത്തിനുള്ളിൽ പദ്ധതി എവിടെ എത്തി നിൽക്കുന്നു, എന്തൊക്കെയാണ് ഇതിന്റെ ഫലങ്ങൾ എന്നതിനെ കുറിച്ചുള്ള ചില കണക്കുകൂട്ടലുകൾ അദ്ദേഹം അവതരിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞ പ്രധാന കണക്കുകൾ, ഒരു മാസം കൊണ്ട് ഏകദേശം 3.81 കോടി സൗജന്യ യാത്രകളാണ് സ്ത്രീകൾ നടത്തിയത്. ഈ പദ്ധതിക്കായി സർക്കാർ ചെലവഴിച്ചത് ഏകദേശം 60 കോടി രൂപയാണ്. മറ്റൊരു ശ്രദ്ധേയമായ കണക്ക്, മുൻപ് പ്രതിദിനം ഏകദേശം 6 ലക്ഷത്തോളം സ്ത്രീകൾ മാത്രമാണ് KSRTC ബസ്സുകളിൽ യാത്ര ചെയ്തിരുന്നത്. എന്നാൽ പ്രിയദർശിനി പദ്ധതി ആരംഭിച്ചതിന് ശേഷം അത് ഏകദേശം 12.5 ലക്ഷം ദിവസേനയുള്ള യാത്രക്കാരായി ഉയർന്നു. അതായത് മുമ്പ് ബസ്സിലെ യാത്രക്കാരിൽ സ്ത്രീകളുടെ പങ്ക് ഏകദേശം 1/3 എങ്കിൽ ഇപ്പോൾ അത് 2/3, ഏകദേശം 64% ഉയർന്നുവെന്നാണ് സർക്കാർ പറയുന്നത്. ഈ പദ്ധതിയുടെ ഗുണങ്ങൾ യാത്രക്കാരുടെ എണ്ണം കൂടിയതിൽ മാത്രം ഒതുങ്ങുന്നില്ല. മന്ത്രി പറഞ്ഞ മറ്റൊരു പ്രധാന കാര്യം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാണ്. മുൻപ് 1000 യാത്രക്കാർക്ക് ഏകദേശം 504 കിലോഗ്രാം CO2 അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെട്ടിരുന്നു എങ്കിൽ ഇപ്പോൾ അത് ഏകദേശം 404 കിലോഗ്രാമായി കുറഞ്ഞുവെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് കൂടുതൽ ആളുകൾ സ്വകാര്യ വാഹനങ്ങൾ ഒഴിവാക്കി പൊതുഗതാഗതം ഉപയോഗിക്കാൻ തുടങ്ങിയാൽ കാർബൺ എമിഷൻ കുറയുമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. ടൂറിസം മേഖലയിലും ഈ പദ്ധതിയുടെ സ്വാധീനം കണ്ടു തുടങ്ങിയെന്നാണ് സർക്കാർ പറയുന്നത്. ഉദാഹരണത്തിന് മലക്കപ്പാറയിൽ 48%, ഗവിയിലേക്ക് 30%, നെല്ലിയാമ്പതിയിലേക്ക് 46%, പൊന്മുടിയിലേക്ക് 31% യാത്രക്കാരുടെ എണ്ണത്തിൽ വർധനവുണ്ടായി. ഈ കണക്കുകൾ ശരിയാണെങ്കിൽ ഒരു യാത്രാ പദ്ധതി പൊതുഗതാഗതത്തിൽ മാത്രമല്ല ടൂറിസം മേഖലയിലും സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. എന്നാൽ ഇതിന്റെ മറുവശവും നമുക്ക് കാണേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ നിരവധി KSRTC ഡ്രൈവർമാരും, പ്രത്യേകിച്ച് ഉത്തര കേരളത്തിൽ ജൂണും ജൂലൈയിലും ശക്തമായ മഴയുള്ള സമയമാണ്. അത്തരത്തിൽ എല്ലാ റൂട്ടുകളിലും ഒരേ തോതിൽ സർവീസുകളും ഇല്ല. ചില സ്ഥലങ്ങളിൽ ബസ്സുകൾ കൂടുതലാണെങ്കിലും ചില പ്രദേശങ്ങളിൽ സർവീസുകളുടെ എണ്ണം കുറവാണ്. അത്തരം കുറവുള്ള റൂട്ടുകളിൽ സൗജന്യ യാത്രയുടെ ഭാഗമായിട്ട് യാത്രക്കാരുടെ എണ്ണം പെട്ടെന്ന് വർദ്ധിച്ചതോടെ ബസ്സുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ചില ബസ്സുകളിൽ അമിതഭാരം കാരണം യാത്ര ദുഷ്കരമാകുന്നുവെന്നും മഴക്കാലത്ത് ഇത്തരം ഓവർലോഡ് വാഹനങ്ങളിൽ ബ്രേക്കിംഗ് കാര്യക്ഷമമല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുവെന്നും ഡ്രൈവർമാർ പറയുന്നു. ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്ന ആശങ്കയും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ സർക്കാർ നിഷേധിച്ചിട്ടില്ല. പകരം മന്ത്രി തന്നെയാണ് സർവീസുകൾ വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞത്. അതിനെ ബസ്സുകൾ വാങ്ങുന്നതിനായുള്ള സാധ്യതകൾ സർക്കാർ പരിശോധിക്കുകയാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ നിർദ്ദേശങ്ങളിൽ ഒന്ന്, ഓരോ MLA-മാരും MLA ഫണ്ട് ഉപയോഗിച്ച് ബസ് വാങ്ങുക എന്നുള്ളതും, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ബസ്സുകൾ വാങ്ങുന്നതിൽ പങ്കാളികളാക്കുന്ന കാര്യം സർക്കാർ ആലോചിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. അതായത് യാത്രക്കാരുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ അതിനനുസരിച്ച് സർവീസുകളുടെ എണ്ണവും വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്ന കാര്യം സർക്കാരും അംഗീകരിക്കുന്നതായി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഈ പദ്ധതിയുടെ ഏറ്റവും രസകരമായ ഭാഗത്തേക്കാണ് ഞാൻ വരാൻ പോകുന്നത്. ഈ പദ്ധതി ആദ്യമായി പ്രഖ്യാപിച്ചപ്പോൾ സർക്കാർ പറഞ്ഞത് പ്രധാന ലക്ഷ്യം സ്ത്രീ ശാക്തീകരണം എന്നായിരുന്നു. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളായ 5 ഇന്ദിരാ ഗ്യാരണ്ടികളിൽ ഒന്നായിട്ടാണ് ഈ പദ്ധതി അവതരിപ്പിച്ചത്. സ്ത്രീകൾക്ക് യാത്രാ ചെലവിൽ ലാഭം ലഭിക്കണം, ആ ലഭിക്കുന്ന തുക അവർക്ക് മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയണം, കൂടുതൽ തൊഴിലവസരങ്ങളിലേക്ക് പോകാൻ കഴിയണം, സാമ്പത്തികമായി കൂടുതൽ സ്വതന്ത്രനാകണം എന്നതായിരുന്നു പ്രധാന വിശദീകരണം. ഇതുവരെ കേൾക്കുമ്പോൾ ഇത് പൂർണ്ണമായും സ്ത്രീ ശാക്തീകരണത്തിനായി കൊണ്ടുവന്ന പദ്ധതിയാണ് എന്ന് തന്നെയാണ് നമുക്ക് തോന്നുക. പക്ഷെ ഇവിടെ എനിക്കൊരു സംശയം തോന്നി. ഇത് ശരിക്കും സ്ത്രീ ശാക്തീകരണം മാത്രം ലക്ഷ്യമിട്ട പദ്ധതിയാണോ, അല്ലെങ്കിൽ അതിനപ്പുറം മറ്റൊരു സാമ്പത്തിക ലക്ഷ്യവും ഈ പദ്ധതിക്ക് പിന്നിലുണ്ടോ? ഇനി ഞാൻ പറയാൻ പോകുന്നത് പൂർണ്ണമായും എന്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടാണ്. ഇതൊരു ഔദ്യോഗിക വിശദീകരണമല്ല, ഞാൻ പറയുന്നതാണ് ശരിയെന്ന് ഞാൻ വാദിക്കുന്നുമില്ല. പക്ഷെ ഞാൻ ഈ വിഷയത്തെ നോക്കിക്കാണുന്ന രീതി നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്, അത്രേ ഉള്ളൂ.
എന്റെ അഭിപ്രായത്തിൽ ഈ പദ്ധതിയുടെ പിന്നിൽ സ്ത്രീ ശാക്തീകരണത്തിനൊപ്പം ഒരു സാമ്പത്തിക തന്ത്രവും ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ, കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ വെല്ലുവിളി നിറഞ്ഞതാണ്. സർക്കാരിന് വലിയ കടബാധ്യതയുണ്ട്. ആ കടത്തിന്റെ പലിശയും തിരിച്ചടവും നടക്കണം. അതോടൊപ്പം പുതിയ പദ്ധതികളും നടപ്പിലാക്കണം. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു സർക്കാരിന് വരുമാനം വർദ്ധിപ്പിക്കാൻ സാധാരണയായി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ വലിയ തോതിൽ ടാക്സ് കൂട്ടിയാൽ ജനങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് വളരെയധികം ഉണ്ടാവും. അത് രാഷ്ട്രീയപരമായും ജനങ്ങളുടെ ജീവിതത്തിലും വലിയൊരു പ്രത്യാഘാതം ഉണ്ടാകും. ഇനി ഇതല്ലാതെ വേറെ എന്ത് ഒരു വഴിയുണ്ട്? അപ്പൊ ടാക്സിന്റെ നിരക്ക് കൂട്ടാതെ ടാക്സ് അടയ്ക്കുന്ന ആളുകളുടെ എണ്ണവും ചെലവിടുന്ന പണത്തിന്റെയും അളവും കൂട്ടുക. ഇതാണ് എനിക്ക് തോന്നുന്ന പ്രധാന സാധ്യത. ഉദാഹരണത്തിന് 100 രൂപയുടെ ഒരു സാധനത്തിന് 10 രൂപ ടാക്സ് കിട്ടുന്നുണ്ടെങ്കിൽ ആ 10 രൂപയെ 15 രൂപയാക്കാതെ അതേ സാധനം കൂടുതൽ ആളുകൾ വാങ്ങുന്ന സാഹചര്യം ഉണ്ടാക്കിയാൽ സർക്കാരിന്റെ ആകെ ടാക്സ് വരുമാനം സ്വാഭാവികമായും വർദ്ധിക്കും. അതായത് ടാക്സ് കൂട്ടാതെ ടാക്സ് കളക്ഷൻ കൂട്ടുക. എന്റെ കാഴ്ചപ്പാടിൽ ഈ പദ്ധതിയുടെ പിന്നിൽ അത്തരമൊരു സാമ്പത്തിക ചിന്തയും ഉണ്ടായിരിക്കാം. ആദ്യമായി ഈ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ എനിക്ക് മറ്റൊരു സംശയം കൂടി ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ പദ്ധതി സ്ത്രീകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയത്? എന്തുകൊണ്ട് എല്ലാവർക്കുമില്ല? എന്തുകൊണ്ട് പുരുഷന്മാർക്കില്ല? ആദ്യ കാഴ്ചയിൽ ഇത് ഒരു വിവേചനപരമായി എനിക്ക് തോന്നി. പക്ഷെ കുറച്ചുകൂടി ആലോചിച്ചപ്പോൾ എനിക്ക് മറ്റൊരു സാധ്യതയാണ് തോന്നിയത്. ഇതും എന്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടാണ്. കേരളത്തിൽ ഇന്നും ഭൂരിഭാഗം പുരുഷന്മാരും സ്വന്തം ടൂ വീലറിലോ കാറിലോ ആണ് യാത്ര ചെയ്യുന്നത്. അതേസമയം പ്രത്യേകിച്ച് 35 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ, അവരാണ് ഇന്നും പൊതുഗതാഗതത്തെ ആശ്രയിക്കുന്നവരുടെ എണ്ണത്തിൽ താരതമ്യേന മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സൗജന്യ യാത്ര നൽകിയാൽ എന്ത് സംഭവിക്കും? സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരിൽ വലിയൊരു വിഭാഗം പൊതുഗതാഗതത്തിലേക്ക് മാറും. അങ്ങനെ സംഭവിച്ചാൽ സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം കുറയും. അതോടൊപ്പം പെട്രോൾ ഉപഭോഗവും കുറയും. പെട്രോളിൽ നിന്നുള്ള നികുതി വരുമാനത്തെയും ഇത് ബാധിക്കും. അതുകൊണ്ട് തന്നെ പൊതുഗതാഗതം കൂടുതലായി ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു വിഭാഗത്തെ ലക്ഷ്യമിട്ട് പദ്ധതി ആരംഭിച്ചതാകാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ആളുകളെ കൂടുതൽ യാത്ര ചെയ്യിക്കാൻ പ്രോത്സാഹിപ്പിക്കുക, വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരാൻ പ്രോത്സാഹിപ്പിക്കുക, കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പോകാൻ സാഹചര്യമൊരുക്കുക. അങ്ങനെ യാത്രകൾ കൂടുമ്പോൾ അതിനോടൊപ്പം മറ്റ് ചിലവുകളും സ്വാഭാവികമായി കൂടും. ആളുകൾ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കും, കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങും, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കും, ചെറിയ ബിസിനസ് വ്യാപാര സ്ഥാപനങ്ങളിൽ കൂടുതൽ ആളുകൾ എത്തും. ഇതെല്ലാം സമ്പദ് വ്യവസ്ഥയിൽ കൂടുതൽ പണം ഒഴുകാനായിട്ട് സഹായിക്കും. പണത്തിന്റെ ഈ ഒഴുക്കിലൂടെയാണ് സർക്കാരിന് വിവിധ നികുതികളിലൂടെ കൂടുതൽ വരുമാനം ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ടാക്സിന്റെ നിരക്ക് കൂട്ടാതെ ടാക്സ് ലഭിക്കുന്ന ഇടപാടുകളുടെ എണ്ണം കൂട്ടുക എന്നൊരു സാമ്പത്തിക ചിന്തയും ഇതിന്റെ പിന്നിൽ ഉണ്ടാകാമെന്ന്. ഇവിടെ എനിക്ക് ഓർമ്മ വരുന്ന മറ്റൊരു ഉദാഹരണം ജിയോയാണ്. ജിയോ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത സമയത്ത് ആദ്യം അവർ ചെയ്തത് ഫ്രീ ആയിട്ട് ഡേറ്റ കൊടുക്കുകയായിരുന്നു. അപ്പൊ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഒരു വലിയ എമൗണ്ടിലെ ഡേറ്റ നമുക്ക് കിട്ടിയപ്പോഴത്തേക്കും നമ്മൾ യൂട്യൂബ് ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടി. വാട്സാപ്പ്, ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള ഇതെല്ലാം നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറി. അപ്പൊ ഇന്റർനെറ്റ് ഒരു ആഡംബരമല്ല, അതൊരു ആവശ്യമായി മാറി. ആ ശീലം രൂപപ്പെട്ടതിന് ശേഷമാണ് ഡാറ്റ പ്ലാനുകൾ സാധാരണ നിരക്കിലേക്ക് അവരെത്തിച്ചത്. ഞാൻ പറയുന്നത് ഈ പദ്ധതി അങ്ങനെയാണ് എന്നല്ല, പക്ഷെ ഒരു ശീലം രൂപപ്പെടുത്താൻ ആദ്യം ഒരു വലിയ പ്രോത്സാഹനം നൽകുക എന്ന രീതി നോക്കുമ്പോൾ എനിക്ക് ഈ ഉദാഹരണം കുറച്ചുകൂടെ ആപ്റ്റ് ആണെന്ന് തോന്നുന്നു. ഒരുപക്ഷെ പൊതുഗതാഗതം ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറ്റുക എന്നൊരു ലക്ഷ്യം ഈ പദ്ധതിയോടൊപ്പം ഉണ്ടാകാം. ഞാൻ ഇതുവരെ പറഞ്ഞതിൽ ഒരു ഭാഗം സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകളാണ്. പക്ഷെ അതിനുശേഷം പറഞ്ഞ സാമ്പത്തിക വിശകലനങ്ങളും സാധ്യതകളും എല്ലാം എന്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടാണ്. ഇത് ശരിയാണെന്ന് ഞാൻ വാദിക്കുന്നില്ല, തെറ്റാണെന്നും പറയുന്നില്ല. ഞാൻ ഈ വിഷയത്തെ നോക്കിക്കാണുന്ന ഒരു രീതിയാണ് നിങ്ങളുമായി പങ്കുവച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഈ പദ്ധതി കേട്ടപ്പോൾ ഇത് സ്ത്രീകൾക്ക് മാത്രം നൽകിയ ഒരു ആനുകൂല്യം എന്ന നിലയിൽ തോന്നിയിരുന്നു. പക്ഷെ കുറച്ചുകൂടി ആലോചിച്ചപ്പോൾ ഇത് ഒരു സാമൂഹിക പദ്ധതിയോടൊപ്പം സാമ്പത്തിക ലക്ഷ്യങ്ങളും ചേർന്ന ഒരു പരീക്ഷണമായിരിക്കാമെന്ന് എനിക്ക് തോന്നി. സ്ത്രീകൾക്ക് കൂടുതൽ യാത്ര ചെയ്യാൻ അവസരം ലഭിക്കുന്നു, ദൂരെയുള്ള ജോലികളിലേക്ക് പോകാൻ ധൈര്യം ലഭിക്കുന്നു, ടൂറിസം മേഖലയിൽ ആളുകളുടെ സഞ്ചാരം വർദ്ധിക്കുന്നു, പൊതുഗതാഗതത്തിന്റെ ഉപയോഗം കൂടുന്നു. അതോടൊപ്പം സമ്പദ് വ്യവസ്ഥയിൽ കൂടുതൽ പണം ഫ്ലോ ചെയ്യാനും അതിലൂടെ സർക്കാരിന് പരോക്ഷമായി കൂടുതൽ നികുതി വരുമാനം ലഭിക്കാനും സാധ്യതയുണ്ട്. ഇതെല്ലാം ചേർത്ത് നോക്കുമ്പോൾ ഈ പദ്ധതി ഒരു സൗജന്യ യാത്രാ പദ്ധതി മാത്രമല്ല, അതിന് പിന്നിൽ ദീർഘകാല സാമ്പത്തിക ചിന്തകളും ഉണ്ടായേക്കാം എന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ഈ പദ്ധതിക്ക് വെല്ലുവിളികളില്ല എന്നല്ല. ബസ്സുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം, തിരക്ക് കുറയ്ക്കണം, സുരക്ഷ ഉറപ്പാക്കണം, KSRTCക്ക് സമയബന്ധിതമായി തുക ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം.
അങ്ങനെ ആയാൽ മാത്രമേ ഈ പദ്ധതി ദീർഘകാലം വിജയകരമായി മുന്നോട്ടു പോകാൻ കഴിയൂ. അവസാനമായി ഒന്നുകൂടി പറയട്ടെ, ഇതെല്ലാം എന്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടാണ്. നിങ്ങൾക്ക് ഇതിൽ യോജിക്കാം, വിയോജിക്കാം, അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ലൊരു വിശദീകരണം നിങ്ങൾക്കുണ്ടാകാം. അത് കമന്റിലൂടെ അറിയിക്കൂ. വ്യത്യസ്ത അഭിപ്രായങ്ങൾ കേൾക്കാൻ എനിക്ക് എപ്പോഴും താല്പര്യമുണ്ട്. ഇനിയും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ എന്റെ കാഴ്ചപ്പാടിനെ അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി.